ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായവും 2-ാം അധ്യായവും മുന്നൊരുക്കങ്ങളാണ്. യേശുകർത്താവിന്റെയും സ്നാപക യോഹന്നാന്റെയും മുന്നൊരുക്കങ്ങൾ. വൈകി വന്ന വസന്തം പോലെ വൃദ്ധരായ ചില മനുഷ്യർക്ക് വന്ന ലോട്ടറി. 4 വൃദ്ധരും ദരിദ്രയായ ഒരു യൗവനക്കാരിയും ചേർന്ന് 5 പേരുടെ ഒരു ടീമാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും തോൽപ്പിക്കാനുള്ള 2 പേര് രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ്. ഹന്നയും ശീമോനും. പ്രായമായി, കുടുംബജീവിതത്തിന്റെ അപ്പുറം, സാമൂഹ്യ ജീവിതത്തിനപ്പുറം എല്ലാവരും ഓടുന്നതിന് വിപരീതമായി എന്തോ കാണാൻ ആഗ്രഹിക്കുന്ന 2 പേര്. ഒരു പ്രവാചകയും ഒരു ഉപദേഷ്ടാവും. സെക്കരിയാവും എലിസബത്തും പുരോഹിത കുടുംബത്തിൽ നിന്നുള്ളവർ. പിന്നെ മറിയ എന്ന് പറയുന്ന ഒരു യൗവനക്കാരി. 5 പേർക്കും കോമൺ ആയിട്ട് പക്ഷെ ഒരു സ്വഭാവമുണ്ട്. അവർ അവരുടെ ആശ്വാസത്തിനായി കാത്തിരുന്നില്ല, യെരുശലേമിന്റെ ആശ്വാസത്തിനായി, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്നവർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ തെരഞ്ഞെടുത്തതെന്നുള്ള വ്യക്തമാണ്. ഇന്നും സഭയെ സ്നേഹിക്കുന്നവർ ഉണ്ടോയെന്ന് ദൈവം നോക്കുകയാണ്. ദൈവജനത്തിന്റെ വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ എന്നാണ് സ്വർഗം നോക്കുന്നത്. യെരുശലേമിനെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ എന്നാണ് വചനം. നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ സ്വൈര്യം വേണമെങ്കിൽ അത് സഭയുടെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സഭയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്ന് കണ്ടാൽ ഭയപ്പെടേണ്ട. അവരുടെ സ്വൈര്യം അവർ തന്നെ കളയുന്നെന്ന് കൂട്ടിയാൽ മതി. യെരുശലേമിലുള്ള മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരുമെന്നാണ്. അപ്പൊ നിനക്ക് നന്മ എവിടെ നിന്ന് വരുമെന്നുള്ളതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. മന്ദിരം നിന്റെ അകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദൈവജനവും ദൈവസഭയും നിന്റെ കൺസേൺ ആണോ എന്ന് നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. നിനക്ക് നന്മ എവിടെ നിന്ന് വരുമെന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. കർത്താവ് വൃദ്ധന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് ദരിദ്രരെ തിരഞ്ഞെടുത്തു. അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നമുക്ക് സമ്പത്തുണ്ടാകേണ്ടതിന് അവൻ ദരിദ്രനായി വന്ന കൃപ അറിയുന്നുവല്ലോ. സെക്കരിയാവും എലിസബത്തും അവർ അഹരോന്റെ ഗൃഹത്തിൽ നിന്നുള്ളവരാണ്. സെക്കരിയാവിന് നറുക്ക് വീണു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോട്ടറി അടിച്ചു. അവനങ്ങനെ പരിശുദ്ധ സ്ഥലത്ത് പോയി. അവൻ്റെ അബിയാക്കൂറിൻ്റെ ക്രമപ്രകാരം അവൻ ധൂപം കാട്ടാൻ അകത്ത് ചെന്നു. ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ പ്രത്യക്ഷനായി. ഇവൻ ഭയപ്പെട്ടു പോയി. ഇവൻ പുരോഹിതനാണ്, വൃദ്ധനാണ്, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവനാണ്. എങ്കിലും ദൂതനെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അഹരോന്റെ ഗൃഹക്കാരാണെന്നും അവൻ്റെ ഭാര്യ എലിസബത്ത് അഹരോന്റെ പുത്രിമാരിൽ ഒരാളാണെന്നൊക്കെ എഴുതുന്നതും ധൂപം കാട്ടാനാണ് അകത്ത് പോയതെന്നൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം അഹരോൻ പുരോഹിതനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു, മഹാപദവി കിട്ടി, മഹാസന്തോഷം കിട്ടി. പക്ഷെ അവൻ്റെ പുത്രന്മാർ ധൂപം കാട്ടാൻ അന്യാഗ്നി ഉപയോഗിച്ചതോടുകൂടി കൂടാരത്തിനകത്ത് നാദാബും അബീഹുവും മരിച്ചു വീണു. മോശെ അഹരോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചെങ്കിലും വചനം പറയുന്നു അഹരോനോ മിണ്ടാതിരുന്നു. അപ്പോൾ ദൂതനെ കാണുമ്പോൾ ഇദ്ദേഹത്തിനും പേടിയായി, ഞാനിവിടെ മരിച്ചു വീഴുമോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, സെക്കരിയാവേ നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ ഇവർ വയസ്സ് ചെന്നവരാണ്, കുഞ്ഞുങ്ങളില്ല, എങ്കിലും ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു ചിന്ത വരും. പക്ഷെ അതല്ല, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജനക്കൂട്ടം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഭാഷ പറഞ്ഞ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്താണ്? ഇസ്രായേലിന് ആശ്വാസം വരുന്നു, യെരുശലേമിന്റെ വീണ്ടെടുപ്പ് വരുന്നു. അതെവിടുന്നാ വരുന്നത്? നിന്റെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കാരണം നീയാണ് പ്രാർത്ഥിച്ചത്, നീയാണ് ഈ വിഷയത്തിൽ ഭാരപ്പെട്ടത്. അതുകൊണ്ട് നിനക്കൊരു ഓഹരി. നിന്റെ ഭാര്യ എലിസബത്ത് ആ കുഞ്ഞിനെ പ്രസവിക്കും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ദൈവമായ കർത്താവിങ്കിലേക്ക് ജനത്തെ തിരിക്കും. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിക്കും. അതിവിശേഷമായൊരു ദൂതാണ് കേട്ടത്. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതനെ സംബന്ധിച്ച് ഇതിനേക്കാൾ നല്ലൊരു ന്യൂസ് ഉണ്ടോ വാർദ്ധക്യത്തിൽ? അദ്ദേഹത്തിന് സന്തോഷമായി. എങ്കിലും അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരാണ്, ഇതെങ്ങനെ സംഭവിക്കും? നമ്മളൊക്കെ കുറ്റം പറയും, ഇദ്ദേഹം ഇങ്ങനൊരു മണ്ടത്തരം ചോദിച്ചല്ലോ എന്ന്. നമ്മളാണെങ്കിലോ നമ്മൾ ചോദിക്കല. എന്താ കാര്യം? ദൂതനെ കണ്ടതിൻ്റെ ഭ്രമത്തിൽ പറയുന്ന കേട്ടുകൊണ്ടെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോദിച്ചേനെ. ഈ ചോദ്യം തന്നെ പല പ്രാവശ്യം ചോദിച്ചേനെ. ഇപ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ട് അപ്പം തന്നെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായി. ചോദിക്കാനുള്ള ദൈവസന്നിധി തന്നെ ചോദിക്കുന്നത് നല്ലത്. ശിക്ഷയാണെങ്കിൽ എന്താ, അതിനൊരു അന്തസ്സില്ലേ? കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞേ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നോട് പറയുമ്പോൾ, ഒരു ദൂത് പറയുമ്പോൾ പറയുന്ന ആരാണെന്ന് നോക്കിയിട്ട് വേണം നീ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ദൈവസന്നിധിയിൽ നിന്ന് ദൂതൻ വന്നിട്ട് നിന്നോട് തമാശ പറയുന്ന എനിക്ക് വിചാരമുണ്ടോ? രണ്ടാമത്, അതിന് വിശ്വസിക്കായിക്കൊണ്ട് ഇത് നിവൃത്തിയാകുന്നവരെ നീ മിണ്ടാതിരിക്കും.
നമ്മളോർക്കും അതൊരു ശിക്ഷയല്ലേ? ശിക്ഷയാണെങ്കിലും ഒരു ആശ്വാസമില്ല. എന്താണ്? കേട്ട ദൂതിന് മടക്കം വരികയില്ല, വാഗ്ദത്തത്തിന് മടക്കമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ ശിക്ഷ, ആ ശിക്ഷയും ഒരു ആശ്വാസം. എന്താണ്? അന്ന് അഹറോൻ മിണ്ടാതിരുന്നതാണ് മക്കൾ മരിച്ചപ്പോൾ. നീയും ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക. അവൻ മിണ്ടാതിരുന്നെങ്കിൽ പിന്നീട് അവൻ സംസാരിച്ചെങ്കിലും അതൊരു മൗനം തന്നെയാണ്. നീയോ ഇനി സംസാരിക്കുന്നത് സന്തോഷത്തിനായിട്ടാണ്, ഉല്ലാസത്തിനായിട്ടാണ്. ഇത് അവിടെ മരിച്ചത് ഇവിടെ ഉയർക്കുകയാണ്. പിന്നീട് അവൻ സംസാരിക്കുമ്പോൾ പ്രവചിക്കുകയാണ്, ഘോഷിക്കുകയാണ്. ചുറ്റുമുള്ള ദേശക്കാർക്കെല്ലാം ഭയം വീണു. വലിയ ഉല്ലാസവും സന്തോഷവും. എലിസബത്തിനും സെഖരിയാവിനും മരിക്കുന്നവരെ വളരെ ഉല്ലാസവും സന്തോഷവും ദൈവം കൊടുത്തു. പിന്നെ ശിക്ഷ കൊടുത്തിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ വേണേൽ പറയാം. ഇദ്ദേഹം പുരോഹിതനാണ്. സ്വാഭാവികമായിട്ട് അബ്രഹാമിൻ്റെ സാറയുടെ വിഷയം അറിയാം, മസ്റ്റായിട്ട് ധ്യാനിച്ചിരിക്കണം. കാരണം ഇവർക്കും അതേ കേസാണ്, സെയിം കേസാണ് നിങ്ങൾക്കുള്ളത്. സാറ വൃദ്ധയായിരുന്നു, അതേ കേസിലാണ് എലിസബത്ത് നിൽക്കുന്നത്. മസ്റ്റായിട്ട് ആ വിഷയം ധ്യാനിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലായിരുന്നു. മറികടക്ക ചെല്ലുമ്പോൾ ദൂതൻ ഇത് തന്നെ പറയുന്നു. ഇത് നോക്കിക്കേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് ഇത്തിരി വിശേഷതയുള്ള കാര്യമാണ്. പക്ഷെ നിന്റെ ചർച്ചക്കാരി എലിസബത്ത് വൃദ്ധയായ അവൾക്ക് ഇപ്പോൾ 6 മാസമാണ്. കണ്ടോ? ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ധ്യാനിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ അതിനോട് സമാനതയുള്ള വിഷയങ്ങളുമായി ധ്യാനിക്കുക. കർത്താവ് ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. ശീമോനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവൻ, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നത് വരെ നീ മരണം കാണുകയെന്നാണ്. പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ച മനുഷ്യൻ. ഓരോ മനുഷ്യരുടെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കുക. ഓരോരുത്തരും ലോകം എങ്ങനെ വെട്ടിപ്പിടിക്കാമെന്ന് ചിന്തിക്കുകയാണ്. എന്തിൻ്റെ പുറകെ ഓടി എന്തെല്ലാം വാരിക്കൂട്ടാമെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ നടുവിൽ മനുഷ്യരാൽ ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാൽ സർവശക്തനായ അത്യുന്നതനായ ദൈവത്താൽ കാക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന കുറേ മനുഷ്യർ. മറ്റവരെല്ലാം ഓടുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഔട്ട്കാസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഈ സാധാരണക്കാരാണ്. ഇവർ ആത്മീയത്തിന് വേണ്ടി ഓടി, മറ്റുള്ളവർ ഭൗതികത്തിന് വേണ്ടി ഓടി. ആത്മീയത്തിൽ ഓടിയവൻ അവൻ്റെ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ അവനാണ് പിന്നെ ഭൗതിക മണ്ഡലം വാഴുന്നത്, രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ചെയ്യുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന കണക്ക് ന്യായവിസ്താര സഭയിരുന്നു, അവൻ്റെ രാജ്യത്തെ എടുത്ത് കളഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് നടക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകലവും അധികാരങ്ങളുമുള്ള യേശു കർത്താവിൻ്റെ സഭ, ശരീരമായ സഭ തീരുമാനിക്കുന്നു ഇന്നും. അതിനുള്ള അധികാര സഭയ്ക്ക് അംഗീകരിക്കണം. ആര് വാഴണം, ആര് വീഴണം. പക്ഷെ ആ ന്യായവിസ്താര സഭയിൽ ഉള്ളവരാരാണ്? ഇതുപോലുള്ള ആൾക്കാരാണ്. വേറെ ഒന്നും കാണേണ്ടത് എനിക്ക്. ഇത് കാണുന്നത് എനിക്ക് തൃപ്തിയാണ്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമല്ല. എന്ത് കാണാൻ ഒരു കൊച്ചിനെ കാണുന്നു, അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ ഇവനെ സംബന്ധിച്ച്, യാഥാർത്ഥ്യം സംബന്ധിച്ച്, സത്യം സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു കാഴ്ചയില്ല. മനുഷ്യനായി വന്ന ദൈവത്തെ കയ്യിലെടുക്കുക, അവനെ കാണുക, കണ്ണും മനസ്സും ആത്മാവും നിറയുക, തൃപ്തി പ്രാപിക്കുക. അവിടെ തന്നെ ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായി ഹന്ന എന്നൊരു പ്രവാചകി, 7 വർഷം മാത്രം കുടുംബജീവിതം, പിന്നെ 84 വർഷം വിധവ എന്ന് പറഞ്ഞാൽ 91 വയസ്സ് കഴിഞ്ഞു. ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ കാത്തിരിക്കുകയാണ്. നാട്ടുകാരി, ഈ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവരെന്താ പോകാത്തെ? ദൈവം അങ്ങനെയൊന്നും വിടുകയെന്ന്. ഈ പ്രാർത്ഥനയും കണ്ണുനീരും ആരാധനയും കണ്ടിട്ട് ചുമ്മാ വിടുവോ? അവളും വന്നു, ക്രിസ്തുവിനെ കണ്ടു, വീണ്ടെടുപ്പുകാരനെ കണ്ടു, ചുറ്റും കൂടി നിന്നവരോട് അവനെക്കുറിച്ച് സംസാരിച്ചു. ദൈവം വിശ്വസ്തൻ, വലിയവൻ, നമ്മളുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമായി ചെയ്യുന്നവൻ. മറിയയുടെ കേസിലേക്ക് വന്നാലോ? മറിയ എലിസബത്ത് പറയുന്ന പോലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവളാണ്. മറിയർക്ക് വരുമ്പോൾ ദൂതന് വേണേൽ പറയാമായിരുന്നു, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കന്യക നീയാണ്, കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നിന്നെക്കുറിച്ചാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും. അവിടുന്ന് വരുന്ന മറുപടി ദൂതൻ വെയിറ്റ് ചെയ്യുകയാണ്. മറുപടി എന്താണ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട യുവതിയാണ്. കല്യാണം കഴിഞ്ഞ് എനിക്കുണ്ടാകുന്ന കുഞ്ഞ് എന്നുള്ള തോട്ട്, ആ ഒരു വർത്തമാനം ഇവളിൽ നിന്ന് വരാഞ്ഞപ്പോൾ തന്നെ ഇവൾ ഈ വിഷയങ്ങൾ ധ്യാനിക്കുന്നവളാണെന്നും ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവളാണെന്നും അവൾ കർത്താവിനെ സ്തുതിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ അവൾ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ടുവരുന്നവളാണെന്നും വ്യക്തമാണ്. ദൂതൻ അത് കേട്ടാൽ മതിയായിരുന്നു. ദൂതൻ പറഞ്ഞ കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മറിയ സ്തുതിച്ച് പറയുന്നത് നോക്കിക്കേ, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് ഉല്ലസിക്കുന്നു,
തൻ്റെ ദാസിയുടെ താഴ്ച അവൻ കടാക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടുന്നവർക്ക് കരുണ കൊടുക്കുന്ന ദൈവം ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. അതാരാണത്? അപ്പോൾ ഇപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടെന്നുള്ളല്ലേ. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. വേറൊരു പൊട്ടിപ്പെണ്ണൊന്നുമല്ല. പ്രാർത്ഥനാമുറിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പശ്ചാത്തലങ്ങളെ വിവേചിക്കുന്നവളാണ്. ദരിദ്രരെക്കുറിച്ച് അവൾക്ക് കൺസേൺ ഉണ്ട്. അഹങ്കാരികളുടെ അഹങ്കാരം അവൾ കാണുന്നുണ്ട്. എളിയവരുടെ പീഡ അവൾ ദർശിക്കുന്നുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ അവൾ ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ 5 പേരും പുറമേ സാധാരണക്കാരാണ്. അവരുടെ ഔട്ട്ഫിറ്റ് അത്ര ഗേമമൊന്നുമല്ല. സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണക്കാരായി നടക്കുന്നവർ. പക്ഷെ അവരുടെ അകം ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ പുറത്ത് പച്ചക്കറിയും ഫ്രൂട്ട്സും ചെടികളും മരങ്ങളും വൃന്ദാവനവും ഒക്കെ കാണുന്ന ഭൂമിയുടെ അകം തിളച്ചു മറിയുന്നത് പോലെയാണെന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ അന്തരംഗം. അവരുടെ അകം തീച്ചൂള പോലെ തിളച്ചു മറിയുകയാണ്. പുറത്ത് നമ്മൾ കാണുന്നത് മരങ്ങളും വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും. അതുകൊണ്ട് എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് അവനെ താങ്ങും. എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. കർത്താവ് വലിയവനാണ്. അതുകൊണ്ട് അവൻ എളിയവനെ കടാക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് ആശ്വാസമുണ്ട്. കാരണം നമ്മുടെ ദൈവം കരുണയുള്ളവൻ. ഞാൻ പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാരെ തേടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ വചനം തന്നെ. നമുക്ക് ധൈര്യത്തോടെ അവൻ്റെ അടുക്കൽ ചെല്ലാം. അവൻ നമ്മളൊരിക്കലും കൈവിടുകയില്ല. കാരണം അവൻ നമുക്ക് വേണ്ടിയാണ് വന്നത്. അവൻ നമ്മളെ അറിയുന്നു. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും നടപ്പിനെയും അവൻ അറിയുന്നു. അവൻ നമ്മളോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അവൻ തൻ്റെ ബദ്ധന്മാരെ നിരസിക്കുന്നില്ല, വെറുക്കുന്നില്ല. മറിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കത്രേ ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ അധികം കൃപ തരട്ടെ, സന്തോഷം തരട്ടെ, മാനിക്കട്ടെ, നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ, മഹത്വപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.